മുല്ലമൊട്ടിലൂറും ഇതെപ്പോ വന്നു നീ? ഞാൻ പോവാ വന്നിട്ട്. നീ എവിടെ വന്നത്? സൂഫിയ എടുത്തു വരെ. നീ ഇവിടെ വന്നേ. അല്ല നീ ആളെ കൊള്ളാലോ. എന്ത് ഈ സൂഫിയുടെ അടുത്ത് എന്തിനു വന്നത്? വർക്ക്ഷോപ്പിന് അവിടെ ഇരിക്കുമ്പോഴത്തേനെ മമ്മൂട്ടി സാർ മീൻ മേടിച്ചിട്ടെന്നാ നീ വെറുതെ ഇരിക്കാതെ അങ്ങോട്ടൊന്ന് കൊടുത്തേക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുക്കാൻ പോയതാ. ചേച്ചി എടി ഇവിടെ വന്നേടി. ഓട്ടെങ്കി പോലെ ഇവിടെ വാ. എടി ഇതേ ഞാനിപ്പോ ഈ പാത്രം എടുക്കാൻ വന്നപ്പോ ഇവൻ അവിടെ നിന്ന് വന്ന് ചോദിച്ചപ്പോ പറയാം സൂഫിയുടെ അടുത്ത് അങ്ങോട്ട് പോയതാന്ന്. എന്തിനാ അങ്ങോട്ട് പോയത്? മമ്മൂട്ടി സാറേ വർക്ക്ഷോപ്പിന് അവിടെ ഇരിക്കുമ്പോൾ മീൻ മേടിച്ചതിനാടാ നീ ഫ്രീ ആണ് അങ്ങോട്ട് കൊടുത്തേക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുക്കാൻ പോയതാ. മമ്മൂട്ടി സാറിന് കൊടുക്കാൻ അറിയാൻ പാടില്ലേ? ഞാൻ ഡ്യൂട്ടിയുടെ തിരക്കില്ല. ഇങ്ങനെ ഡ്യൂട്ടി ഉള്ളവരില്ലാത്തവരൊക്കെ എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ കരക്കാർക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യം എന്താ? ഒന്നല്ലെങ്കിൽ നീ മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരുത്തന്നല്ലേ? നിനക്കൊരു വർക്ക്ഷോപ്പ് സ്വന്തമായിട്ടുള്ള ആളല്ലേ? ഞാൻ ഓൾറെഡി വർക്ക്ഷോപ്പിൽ വെറുതെ ഇരുന്നേ. പിന്നെ രണ്ടാമത്തെ കാര്യം, കരക്കാർ മൊത്തം പറഞ്ഞാലും ചെയ്യത്തില്ല. മമ്മൂട്ടി സാർ നമ്മുടെ അയലൊക്കെക്കാരനല്ലേ. അതുപോലെ കനമച്ചപ്പി പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്തപ്പം അവിടെ മമ്മൂട്ടി സാർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ണങ്ങോട്ട് വേണം, എന്തെങ്കിലും സഹായം ചെയ്താൽ നീ പോണേന്ന് പറഞ്ഞു. അതിനെന്ത്? ഒരു കണ്ണല്ല 2 കണ്ണും കുത്തിയെടുക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അതെ, അധികം താമസിയാതെ അത് സംഭവിക്കും. അതിൽ ആവശ്യം ഒന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും എന്റെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന പോലെ ഉള്ളൂ. അതുപോലെ ഈ നാടും വീടുമായിട്ട് ആ കൊച്ചിന് വലിയ പരിചയമൊന്നുമില്ല. അതിന്റെ പേര് കൊണ്ട് കൊടുത്തു. മീൻ മേടിച്ചിട്ട് വൈകിട്ട് കൊണ്ട് കൊടുത്ത കറി വെച്ചാൽ കഴിക്കട്ടെന്ന്. സത്യം. പക്ഷെ എന്റെ പൊന്നോ, ഇവനിപ്പോ ഭയങ്കര അതിക്രമാണല്ലേ കാണിക്കണത്. എനിക്ക് നാണക്കേടുകൊണ്ട് എനിക്കില്ലേ സത്യമായിട്ട് എനിക്ക് ചാവന. നാണക്കേടൊന്നുമല്ല മോളെ, എനിക്ക് ആ റോസ്മേരിയുടെ കാര്യം എടുത്തിട്ട് പാവം വിളിച്ചു പറയട്ടെ ചേച്ചി. പിന്നെ ഒന്ന് പോയി വിളിച്ച് പറയാൻ ചേച്ചി. കൊന്നു കളയും നമ്മള്. നിക്ക്, നമുക്ക് കുറച്ചും കൂടി സമയം എടുക്കാം. കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങ. നീ എന്നാലും ഇവക്ക് കയ്യോടെ പിടിക്കണം, കയ്യോടെ. എനിക്ക് അങ്ങനെ നിൽക്കാനൊന്നും അറിയത്തില്ല. ആ ഇത് ആരാ ഇത്? റൊണാൾഡോ പോയോ? ഇക്കയോ? പോയി. എന്തേ? അയ്യോ, ഓട്ടോക്കുൽ എടുക്കാൻ മറന്നുപോയി. അവൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ സ്നേഹമുള്ളവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. കറക്റ്റ്. അതെ, സോഫിക്കേ റൊണാൾഡോ ചേച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റൊണാൾഡോക്ക് പെരുത്തിഷ്ടാ. അയ്യോ, അതെന്താ? ഞങ്ങൾ 2 പെൺകുട്ടികളല്ലായിരുന്നോ വീട്ടില്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇക്കാക്കെ വേണമെന്ന്. എനിക്ക് എന്റെ ഇക്കാക്കെ പോലെ തന്നെയാ റൊണാൾഡിക്ക. ഓട്ടോക്കുൽ കൊടുത്തേക്കാവോ? വേണ്ട, അത് കാണുമ്പോ കൊടുത്തു, നേരിട്ട് കൊടുക്കും. ശരി, പോയിട്ട് വരട്ടെ. മീൻകറി വെക്കാറുണ്ട്. ആ കൊച്ചിന് അങ്ങനെ ഇല്ല കേട്ടോ. നിർത്ത്. എനിക്കറിയായിരുന്നു അത് കേൾക്കുമ്പോ ചേച്ചി ഇങ്ങനെ തന്നെ പറയുന്നു. ചേച്ചി എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ പറയുള്ളൂ. അയ്യോ, പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്റെ ആംഗ്ലനെ പോലെയെന്ന്.